അവരും നയിക്കുന്ന സമരാഗ്നി യാത കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ചു പ്രിയങ്കരനായ ACCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി CKC വേണുഗോപാൽ പതാക കൈമാറിക്കൊണ്ട് ഈ ജാഥ ഇന്ന് തൃശ്ശൂരിന്റെ വടക്കുന്നാഥന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. പിന്നിട്ട വഴികളിലെല്ലാം അഭൂതപൂർവമായ ജനതയാണ്. സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ കേവലം കോൺഗ്രസ് പ്രവർത്തകന്മാർ മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ജില്ലയിലും ഈ ജാഥയിൽ പങ്കെടുക്കാൻ, ഈ സമരാഗ്നിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ, ഈ സമരാഗ്നിയിൽ നേതാക്കന്മാർ പറയുന്നത് കേൾക്കാൻ, അവരുടെ ആവലാതികളും പ്രയാസങ്ങളും പറയാൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കോൺഗ്രസ് വലിയ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഈ തൃശ്ശൂരിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുന ഖാർഗെജി പങ്കെടുത്ത 10,000-കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാർ പങ്കെടുത്ത മഹാസമ്മേളനം ഇവിടെ നടന്ന് മുന്നോട്ട് പോയത്. ഈ രാജ്യത്തെ സർക്കാരുകൾ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, നാട്ടിലെ ജനങ്ങളുടെ അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് രാജ്യത്തിനകത്ത് അധികാരം പിടിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങളുമായി രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ മുമ്പോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. 10 വർഷക്കാലം പൂർത്തിയാകുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും കാണാതെ എങ്ങനെയെല്ലാം തമ്മിൽ ഭിന്നിപ്പിക്കാൻ സാധിക്കുമോ, ഇവിടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ അതിനെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ സാധിക്കുമോ എന്നുള്ള വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. ഈ നാട്ടിൽ രാജ്യത്തെ ജനങ്ങൾക്ക് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക്, ഈ രാജ്യത്തെ ജനതക്ക് അന്നം തരുന്ന മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്മാർ, അവർ ജീവിക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ജീവിക്കാൻ സൗകര്യം വേണമെന്ന് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന സർക്കാരിന് മുമ്പിലേക്ക് ആയിരക്കണക്കിന് കർഷകന്മാർ പ്രതിഷേധങ്ങളുമായി കടന്നു വരുമ്പോ ആ കർഷകന്മാരെ മുള്ളാണി കൊണ്ടും ടിയർ ഗ്യാസ് കൊണ്ടും അതോടൊപ്പം തന്നെ പോലീസിന്റെ മർദ്ദന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുകയാണ്. കർഷകന്മാർക്ക് നേരെ വെടിയുതിർക്കുകയാണ്. കർഷകന്മാർ അവിടെ കൊല്ലപ്പെടുകയാണ്. രാജ്യത്തെ കർഷകന്മാർ ഈ രാജ്യത്തിനകത്ത് പടഞ്ഞു വീട് ഭരിക്കുമ്പോ അവരെ തലോടാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടമായി രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ മാറുന്നത് നമ്മൾ കാണുകയാണ്. ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടം കനപ്പെടേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ ചെറുപ്പക്കാർ 25 കോടി ചെറുപ്പക്കാർ തൊഴിൽ കൊടുക്കെന്ന് പറഞ്ഞു. പക്ഷേ എവിടെയാണ് തൊഴില്? പൊതുമേഖലയിൽ തൊഴിലില്ല. ഇവിടെയെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ഈ രാജ്യത്തിന്റെ പൊതുമേഖല സ്ഥാപനങ്ങൾ മുഴുവൻ, അവയെല്ലാം നവരത്ന കമ്പനികൾ ഓരോന്നും വിറ്റ് തുലച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരായി നരേന്ദ്രമോദിയുടെ സർക്കാർ മാറുന്ന കാഴ്ച നമ്മൾ കാണുന്ന. ചെറുപ്പക്കാർ തൊഴിലില്ലാത്തവരായി ഈ രാജ്യത്ത് നിൽക്കുകയാണ്. നടപടിയുണ്ടോ? അവരോട് സംസാരിക്കാൻ നരേന്ദ്രമോദി തയ്യാറുണ്ടോ? വിലക്കയറ്റം ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നമാണ് വിലക്കയറ്റം. നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു വരിക. പെട്രോളിനും ഡീസലിനും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി മോദി തള്ളിയ തള്ള് നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. 40 രൂപക്ക് പെട്രോളും 30 രൂപക്ക് ഡീസലും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയ ഒരു ആൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി 10 വർഷം പൂർത്തിയാകുമ്പോ ലോക കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് പോകുമ്പോ ഈ രാജ്യം നികുതി ഭീകരതയാണ്, നികുതി കൊള്ളയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ നികുതി കൊള്ളയടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ആർക്കാണ്? കോർപ്പറേറ്റുകൾക്കാണ്. ഈ രാജ്യം ഭരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോ ഈ രാജ്യത്തെ കർഷകന്മാരുടെ കോടാനുകോടി രൂപ എഴുതി തള്ളി മുമ്പോട്ട് പോയ ഒരു സർക്കാരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാർ. നിഷേധിക്കാൻ സാധിക്കുമോ? ലോകം രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, മണ്ണിൽ പണിയെടുക്കുന്നവന്റെ, പ്രയാസം അനുഭവിക്കുന്ന കർഷകന്റെ കോടാനുകോടി വരുന്ന കാർഷികടം എഴുതിത്തള്ളി മുന്നോട്ട് പോയ ഒരു സർക്കാർ ലോകത്തിന്റെ മുമ്പിൽ
നമുക്കറിയാം, അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, 2008, 2009 കാലഘട്ടം ലോക സാമ്പത്തികമായി തകർന്ന കാലഘട്ടമാ. ആ കാലഘട്ടം അമേരിക്ക പോലും കാനഡ പോലും ലോക സാമ്രാജ്യത്വ ശക്തികളെല്ലാം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് തകർന്ന് തരിപ്പണമാകുമ്പോ അന്ന് ലോകത്തെ ഒരു കോൺക്ലേവ്, കനഡയിലെ ടൊറാൻഡോയിൽ വെച്ച് നടന്ന കോൺക്ലേവ് ഉണ്ട്. 20 ലോകരാജ്യങ്ങളിലെ ലോകരാഷ്ട്ര തലവന്മാർ ഒന്നിച്ചു നിന്ന് സമ്മേളനമാണ്. ആ സമ്മേളനത്തിന് അന്ന് അധ്യക്ഷത വഹിച്ചത് അന്നത്തെ ബരാക് ഒബാമ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്ന പ്രസംഗമുണ്ട്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നു, അധ്യക്ഷനാണ്, പക്ഷേ എന്റെ രാജ്യം ഉൾപ്പെടെ സാമ്പത്തിക രംഗത്ത് വരുമ്പോ നിങ്ങൾക്ക് എന്തുപായം പറയണമെന്ന് എന്റെ മനസ്സിനകത്ത് ഒന്നും ഓടി വരുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ മനുഷ്യന്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം ലോകത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ കരകയറ്റാൻ ഉപായം അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയൊരു കാലം. അക്കാലത്താണ് ഈ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, സഹോദരിമാർക്ക് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന മഹാത്മാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ UPA സർക്കാരാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നരേന്ദ്രമോദി ആർക്ക് വേണ്ടി പ്രവർത്തിച്ചു? നിങ്ങൾ പരിശോധിക്കണ്ടേ? ഏത് കർഷകന്മാർക്ക്, ഏത് തൊഴിലാളികൾക്ക്, ഏത് കർഷകർക്ക് എന്ത് ആനുകൂല്യമാണ് കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. നിങ്ങൾ പരിശോധിക്കണം, ഒന്നും കൊടുത്തിട്ടില്ല. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക്, അദാനിക്ക്, അംബാനിക്ക് ഈ രാജ്യത്തിന്റെ പണം മുഴുവൻ ചോർത്തി കൊടുക്കുകയാണ്. രാജ്യത്തെ നമുക്കറിയാം, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ജപ്തി വരും. പക്ഷെ അദാനിക്ക് ഏത് ബാങ്കിൽ ലോണാ തിരിച്ചടച്ചില്ലെങ്കിലും ലോണ് 5000 കോടി രൂപയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അദാനിക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തത്. ഈ രാജ്യം കാണുകയാണ്. 77,000 കോടി രൂപ LICയിൽ നിന്ന് പാവപ്പെട്ടവൻ, ഈ സാധാരണക്കാരൻ, അവൻ അധ്വാനിച്ച് മിച്ചം വെച്ച് നിക്ഷേപിക്കുന്ന LICയിൽ നിന്ന് 77,000 കോടിയാണ് ആർ കൊടുത്തത്? രാജ്യത്തിനകത്തെ കോർപ്പറേറ്റ് അദാനിക്ക്. പാവപ്പെട്ടവന്, കർഷകന് കൊടുത്തോ? സാധാരണക്കാരന് കൊടുത്തോ? പ്രയാസപ്പെടുന്നവന് കൊടുത്തോ? ഇല്ല. ആ കർഷകന്മാരാണ് രാജ്യത്തിന് മുമ്പിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഈ നരേന്ദ്രമോദിയുടെ ഈ രാഷ്ട്രീയത്തെ, ജനവിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു നിൽക്കാൻ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ പോരാട്ടം ശക്തിപ്പെടുത്തണം. നമുക്കറിയാം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും ലംഘിക്കുന്നു. ഇവിടെ രാമക്ഷേത്രമാണ് ഇവിടെ പ്രശ്നമെന്ന് പറയാൻ, രാമനാണ് ഇവിടെ പ്രശ്നമെന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം, ആചാരവും അനുഷ്ഠാനവും വ്യത്യസ്തമാണ്. രാമനായാലും കൃഷ്ണനായാലും അത് ഒരു മതവിശ്വാസത്തിന്റെ ആരാധനമൂർത്തിയാണ്. ആ ആരാധനമൂർത്തികളെ ഇന്ത്യയുടെ രാഷ്ട്രീയ കമ്പോളത്തിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ നരേന്ദ്രമോദിയും സംഘപരിവാറും ക്ഷമിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ, ഇവിടെ ഭിന്നിപ്പിക്കാൻ, വേർതിരിക്കാൻ, വിഷം പുരട്ടുന്ന വർഗീയതയുടെ തീവ്ര രാഷ്ട്രീയം പറയുന്നവർക്കെതിരെ സ്നേഹത്തിന്റെ കട തുറന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ, വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ഒരു മതേതര ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ആ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അത് കോൺഗ്രസിനാണ്. ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളുമായി രാജ്യത്ത് നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നു. നമുക്കറിയാം, ഇന്ത്യക്കകത്തേക്ക് എല്ലാ വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുണ്ട്. ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് അധികാരമേൽക്കുമ്പോ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ ഭരണഘടന നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അതിനകത്ത് 70% ഹിന്ദുക്കളായിരുന്നു ആ ഭരണഘടന അസംബ്ലിയിൽ. അതിനകത്ത് ഒരാൾ പറഞ്ഞു, രാജ്യത്തെ ഭരണഘടന രൂപീകരിക്കുമ്പോ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് ഹിന്ദു നാമധാരികളായ ഏതെങ്കിലും ദൈവത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ ഭരണഘടന തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ ചർച്ച നടന്നു. മണിക്കൂറുകൾ, രാവും പകലും ചർച്ച നടന്നു. അവസാനം അങ്ങനെ വോട്ടിനിട്ട് പാസ്സാക്കിയപ്പോ 70% വരുന്ന ഹിന്ദുക്കളുള്ള ആ ഭരണഘടന അസംബ്ലി പാസ്സാക്കിയത് ഒരു മതത്തിന്റെയും ഒരു ദൈവത്തിന്റെയും പേരിലല്ല. ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങേണ്ടത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതിച്ചേർത്ത ഭരണഘടന അത് സത്യം ചെയ്താണ്, അത് സത്യപ്രതിജ്ഞ ചെയ്താണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ അധികാരമേറ്റത്. ആ പ്രധാനമന്ത്രിയാണ് നമുക്കറിയാം ഒരു ക്ഷേത്രത്തിന്റെ ആചാര്യനായി മാറി മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഭരണഘടനാ സൂക്തങ്ങളെ, ഭരണഘടന നമുക്ക് നൽകിയ അവകാശങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന മോദിയുടെ രാഷ്ട്രീയത്തെയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തെ കനപ്പെടുത്താൻ നമുക്ക് മുമ്പോട്ട് പോകണം.
ഇവിടെ BJP കേരളത്തിൽ പറയുന്നു ഞങ്ങൾ ഇതാ തൃശ്ശൂർ എടുക്കാൻ പോകുന്ന. ഇവിടെ തൃശ്ശൂർക്കാരോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. BJP പറയുന്നു തൃശ്ശൂർ എടുക്കാം, ഒരിക്കൽ എടുക്കാൻ വന്നു സുരേഷ് ഗോപി, ഇതാ വീണ്ടും വരാ, ഞങ്ങൾക്ക് തൃശ്ശൂർ വേണം, ഞാൻ അങ്ങെടുക്കും. സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ ക്യാമ്പയിനാണ്. പക്ഷെ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, തൃശ്ശൂർ മതേതര ഭൂമിയാണ്. എല്ലാ മതങ്ങളെയും സ്വീകരിച്ച മതനിരപേക്ഷതയുടെ പാരമ്പര്യം പറയുന്ന മണ്ണാണ് ഈ മണ്ണ്. ഇവിടെ ഒരിക്കലും ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ താമര വിരികില്ല എന്ന് ആവർത്തിച്ച് പറയാനുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഈ പോരാട്ടം. നിങ്ങൾ അറിയണം, ഇവിടെ BJPക്ക് ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോവുകയാണ്, അവിടെ സ്വർണ്ണ കിരീടം കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു ഭാഗത്ത് സ്വർണ്ണ കിരീടം കൊടുക്കുമ്പോ മറുഭാഗത്ത് RSSന്റെ അതുപോലത്തെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ പറയാൻ ഇവിടെയുള്ള ക്രിസ്തീയ ദേവാലയങ്ങളെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങളാണ്. ആ ഹിന്ദു ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോ രാജ്യത്ത് നമ്മൾ കാണാൻ, രാജ്യത്ത് വിശ്വസിക്കുന്ന വിശ്വാസ കേന്ദ്രങ്ങൾ ഓരോന്നോരോന്ന് തകർത്തുകൊണ്ട് അവിടെ അതിന്റെ അടിയിൽ പോയി മണ്ണ് കിളക്കുന്ന ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ ഞാൻ ആവർത്തിച്ചു പറയാണ്, ഇവിടെ സുരേഷ് ഗോപിക്ക് BJPക്ക് ഇവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് വോട്ട് ചെയ്താൽ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, RSSകാരന് സംഘപരിവാറുകാരന് ഈ നാട്ടിലെ ക്രിസ്തീയ ദേവാലയത്തിന്റെ അകത്ത് കയറി കിടക്കാനുള്ള അവകാശം കൊടുക്കലാണ് BJP കൊടുക്കുന്ന ഓരോ വോട്ടെന്ന് ഈ നാട്ടിലെ ജനത തിരിച്ചറിയണം. കാരണം ഭരണഘടനക്കകത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് RSS പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു അത് മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ശത്രു അത് ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തെ ശത്രു തൊഴിലാളികളാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ശത്രു RSSന്റെ മനസ്സിലെപ്പോഴും ക്രിസ്തീയ മതവിശ്വാസികളാണ്. അതുകൊണ്ട് ഇന്ന് വോട്ടിന് വേണ്ടി പ്രീണിപ്പിക്കുമെങ്കിൽ നമ്മൾ കാണാൻ, കഴിഞ്ഞ ദിവസം തെലുങ്കാനയിൽ ഒരു ക്രിസ്തീയ പള്ളി സംഘപരിവാർ RSSകാർ അടിച്ചു തകർക്കുന്നത് നമ്മൾ കണ്ടു. കൊടിയെടുത്തുന്നത് നമ്മൾ കണ്ടു. രാജ്യത്ത് ക്രിസ്മസ് വേളകളിൽ രാജ്യത്തെ ക്രിസ്ത്യാനികളെ ആക്രമിക്കപ്പെട്ട ഒരു കാലം ഇതുപോലെ വെട്ടിയാടപ്പെട്ട ഒരു കാലം ഉണ്ടായില്ല. അതുകൊണ്ട് RSSകാർ തേനും പാലുമായി നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ അത് മനസ്സിലാക്കുക, ഇവർ ഏറ്റവും വലിയ വിരോധികളാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ മതവിശ്വാസികൾക്കെതിരായി കടന്നാക്രമണം നടത്തിയ ആളുകളാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തൃശ്ശൂരിലെ കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ വിശ്വസിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മതനിരപേക്ഷ തൃശ്ശൂർ അത് CN പ്രതാപൻ എന്ന് പറയുന്ന ഈ നാട് കണ്ട ഏറ്റവും ജനകീയനായ ഒരു MP അദ്ദേഹത്തിന്റെ കൈകളിൽ വീണ്ടും ഭദ്രമാണ്. പ്രിയപ്പെട്ട TM പ്രതാപൻ മതേതരത്തിന്റെ പ്രതീകമായി ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ ഹിന്ദുക്കളെയും മുസൽമാൻ ക്രിസ്ത്യാനിയെയും അതോടൊപ്പം മതമുള്ളവരെയും മതമില്ലാത്തവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ പ്രിയപ്പെട്ട TM പ്രതാപന്റെ കൈകളിൽ തൃശ്ശൂർ ഭദ്രമാണ്. അത് സുരേഷ് ഗോപിയല്ല, ഏത് ഗോപി എടുത്ത് പൊന്തിച്ചാലും ഇത് പൊന്തില്ല. ഇത് കോൺഗ്രസിന്റെ മണ്ണാണ്, UDFന്റെ മണ്ണാണ്. തൃശ്ശൂർ UDFന് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ബഹുമാന്യരായ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി അംഗം പ്രിയങ്കരിയായ ഷാനിമോൾ ഉസ്മാനും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ കൊല്ലം DCC പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും കടന്നു വരികയാണ്. ഞാൻ ദീർഘമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ BJPക്കെതിരെയുള്ള പോരാട്ടം, അതോടൊപ്പം കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ജനദ്രോഹ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. പാവപ്പെട്ടവൻ പിച്ചച്ചട്ടിയെടുത്ത് ഈ നാട്ടിന്റെ മുമ്പിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റം കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട് നാട്ടിലെ ചെറുപ്പക്കാർ, നാട്ടിലെ ജനങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ആഡംബര സുഖലോലുവനായി മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കക്കാൻ ഒരു മടിയില്ലാത്ത കാട്ടുകള്ളനായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി ഈ നാട്ടിലൂടെ മുമ്പോട്ട് പോകുമ്പോ ആ ഏകാധിപതിയെ പിടിച്ചു കെട്ടാനാണ് ഈ സമരാഗ്നി. ആ സമരാഗ്നിക്ക് ബഹുമാന്യനായ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നേതൃത്വം കൊടുക്കുന്നത് എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിലക്കയറ്റത്തിനെതിരായി നാട്ടിൽ സമരം നടത്തിയ സഖാക്കളെ നമ്മൾ എവിടെ കാണുന്നുണ്ടോ? ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ടോ? CIT-കാരെ കാണുന്നുണ്ടോ? ഇപ്പൊ എത്രയാണ് ഓരോ സാധനങ്ങളുടെയും വില? എവിടെയെങ്കിലും അടിപ്പുകൂട്ടൽ സമരം സഖാക്കൾ നടത്തുന്നുണ്ടോ? ഒരു സമരവും ഇല്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പൂച്ച വെച്ച് കിടക്കുക, മാവേലി സ്റ്റോറുകൾ പൂച്ച വെച്ച് കിടക്കുക, സാധനങ്ങളില്ല. എന്ത് നിലപാട് സ്വീകരിച്ചുവെന്ന് നിങ്ങൾ പരിശോധിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാലത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഈ നാട് ഭരിച്ചപ്പോ കേരളത്തിൽ ഒരു സമരം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെയുണ്ട്. ആ സമരം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. അടുപ്പുകൂട്ടി സമരമാണ്, പൊങ്കാല സമരമാണ്.
ആ സമരം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ സമരമാണ്. ആ സമരത്തിന് കാസർഗോഡ് നേതൃത്വം കൊടുത്തത് വിപ്ലവ നായിക ശൈലജ ടീച്ചറാണ്. അവിടെയാണ് പൊങ്കാല അടുപ്പിന് ശൈലജയാണ് തീ പകർന്നത്. തിരുവനന്തപുരത്ത് തീ പകരാൻ നേതൃത്വം കൊടുത്തത് ആരാന്നറിയോ? ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ കമല വിജയൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദന്റെ ഭാര്യ വസുമതി അച്യുതാനന്ദൻ, MA ബേബിയുടെ ഭാര്യ ബെച്ചി ബേബി, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി, ഇവരെല്ലാം പാളയത്തെ റോഡിന്റെ മുന്നിൽ അടുപ്പ് കൂട്ടി അടുപ്പിന്റെ മുകളിൽ കലം വെച്ച് തീ പകർന്ന് ആ കലത്തിലേക്ക് വെള്ളമൊഴിച്ച് വെള്ളത്തിൽ കപ്പയിട്ട് കപ്പ പുഴുങ്ങി ആ പുഴുങ്ങിയ കപ്പയെടുത്ത് പിണറായി വിജയൻ അണ്ണാക്കിലേക്ക് ഉണ്ടിക്കയറ്റിയ കമലേ, നീ എവിടെയാണ്? ഇവിടെ നാട്ടിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എവിടെയാണ് ബേബിയുടെ ഭാര്യ? എവിടെയാണ് കോടിയേരിയുടെ ഭാര്യ? എവിടെയാണ് അച്യുതാനന്ദന്റെ ഭാര്യ? നാട്ടിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോ, പ്രയാസപ്പെടുമ്പോ അവരെ സഹായിക്കാൻ, അവരെ സംരക്ഷിക്കാൻ തയ്യാറാവാതെ 1,05,00,000 രൂപയുടെ ബസ്സിൽ, ആഡംബര ബസ്സിൽ നവ കാട്ടാള യാത്ര നടത്തുന്ന കേരളം കണ്ട ഏറ്റവും വലിയ കാട്ടാളനായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമ്പോ, ഈ യാത്ര പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്തെത്തുമ്പോ ഈ യാത്രയോടുകൂടി പ്രതിഷേധത്തിന്റെ അഗ്നി അത് സ്ഫുലിംഗമായി ഈ സർക്കാരുകളെ വിഴുങ്ങുന്ന, അഴിമതി സർക്കാരുകളെ വിഴുങ്ങുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു യാത്രയായി ഈ തിരുവനന്തപുരത്ത് അവസാനിക്കും. ഈ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.